വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ സ്റ്റാഫ് നേഴ്സ് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ സൈറ്റിൽ അവൈലബിൾ ആണ്. ഒക്ടോബർ 10 ലാസ്റ്റ് ഡേറ്റ്. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും തന്നെ അഡ്മിറ്റ് കാർഡ് എടുക്കുക. എക്സാം എഴുതുന്നവർ എക്സാം ഡേറ്റ് എന്താണെന്ന് കണ്ടില്ല, അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. താഴെ എക്സാം ഡേറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ് ക്വീൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പീഡിയാട്രിക് ഓൺകോളജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, അതിന്റെ റിലേറ്റഡ് പോയിന്റ്സ് നമ്മൾ നോക്കുന്നുണ്ട്. ആ ഡിസീസസ് എന്തൊക്കെയാണെന്നും അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് വരുന്നത്, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, അവസാനം വരെ കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ക്രാനിയോട്ടമി ചൈൽഡ്സ് ഹെഡ് ഡ്രസ്സിംഗ് find presence of blood and knots, colorless drainage on back of dressing. Which action should the nurse perform immediately? Options: notify surgeon, reinforce the dressing, document the findings, circle the area and continue to monitor. So ഇവിടെ ക്രാനിയോട്ടമി കഴിഞ്ഞ കുട്ടിയുടെ ആ ഒരു അവിടെ ഡ്രസ്സിംഗ് ഉണ്ട്. ആ ഡ്രസ്സിംഗ് സൈറ്റിൽ നിന്നുള്ള കളർലെസ് ഡിസ്ചാർജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് ആക്ഷനാണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ്. അപ്പൊ ഇവിടെയുള്ള കറക്റ്റ് ആൻസർ നോട്ടിഫൈ സർജൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ബിക്കോസ് ഈ ഒരു കളർലെസ് ഡ്രെയിനേജ് സാധാരണയായിട്ട് ആഫ്റ്റർ ക്രാനിയോട്ടമി കഴിഞ്ഞ ആളുകളിൽ ഉണ്ടാകുന്ന കളർലെസ് ഡ്രെയിനേജ് ഇത് CSF ആണ്, സെർബോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ആ ഒരു സെർബോസ്പൈനൽ ഫ്ലൂയിഡ് ലീക്ക് ആകുന്നതുകൊണ്ടാകാം, അതാകാം ഒരു കാരണം. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി നോട്ടിഫൈ സർജൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻ ഒക്കെ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യേണ്ടതാണ്. റീഇൻഫോഴ്സ് ദ ഡ്രസ്സിംഗ്, ഡോക്യുമെന്റ് ദ ഫൈൻഡിങ്സ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സർക്കിൾ ദ ഏരിയ ആൻഡ് കണ്ടിന്യൂ ടു മോണിറ്റർ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് നോട്ടിഫൈ ദ സർജൻ തന്നെയാണ്. അപ്പൊ ഇവിടെ ക്രാനിയോട്ടമി കഴിഞ്ഞ ഒരു കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇൻഫ്രാടെൻഡോറിയലും അതുപോലെ സുപ്രാടെൻഡോറിയൽ സർജറി ഉണ്ട്. എസ്പെഷ്യലി ബ്രെയിൻ ട്യൂമേഴ്സിനൊക്കെ സർജറി ആവശ്യമാണ്. ഇപ്പൊ ഇൻഫ്രാടെൻഡോറിയൽ ബ്രെയിൻ സർജറി എന്ന് പറയുമ്പോൾ പൊസിഷൻ ഫ്ലാറ്റ് ഓൺ ഐദർ സൈഡ്. ആ ഒരു കുഞ്ഞിനെ, ആ ഒരു ആളിനെ കിടത്തേണ്ടത് പൊസിഷൻഡ് ഫ്ലാറ്റ് ഓൺ ഐദർ സൈഡ്. ഇൻഫ്രാടെൻഡോറിയൽ ബ്രെയിൻ സർജറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു ലൈൻ കാണാം, ടെൻഡോറിയം ലൈൻ കാണാം. അതിന്റെ താഴെയുള്ള സെറിബെല്ലം, പോൺസ്, മെഡുല്ല, ഈ ഏരിയയിലൊക്കെ ഉള്ള സർജറിയാണ് ഇൻഫ്രാടെൻഡോറിയൽ സർജറി എന്ന് പറയുന്നത്. അതായത് സെർബെല്ലം, പോൺസ്, മെഡുല്ല ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ട്യൂമേഴ്സിന് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് പോലെ ഉണ്ടാകുന്ന സർജറി നമുക്ക് ഇൻഫ്രാടെൻഡോറിയൽ സർജറി എന്ന് പറയാം. ഇൻഫ്രാടെൻഡോറിയൽ സർജറിയിൽ പൊസിഷൻ ചെയ്യേണ്ടത് ഫ്ലാറ്റ് ഓൺ ഐദർ സൈഡ് ആണ്. സുപ്രാടെൻഡോറിയൽ സർജറി എന്ന് പറയുമ്പോൾ സെറിബ്രം, അതായത് മെയിൻ ആയിട്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന ഈ ഭാഗത്താണ്. അപ്പൊ ഇവിടെ ഈ ഒരു ടെൻഡോറിയൽ ലൈനിന്റെ മുകളിലായി ചെയ്യുന്ന ഏതൊരു സർജറിയെയും സുപ്രാടെൻഡോറിയം സർജറി എന്ന് പറയാം. സുപ്രാടെൻഡോറിയൽ സർജറി, സെറിബ്രാണ് ബിഗസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. സുപ്രാടെൻഡോറിയൽ പ്രൊസീജിയർ ഹെഡ് എലവേറ്റ്, അതായത് സുപ്രാടെൻഡോറിയൽ പ്രൊസീജിയറിന് ക്രാനിയോട്ടമി കഴിഞ്ഞതിന് ശേഷം ഹെഡ് എലിവേറ്റ് ചെയ്തിരിക്കണം എബോവ് ഹാർട്ട് ലെവൽ ടു ഫെസിലിറ്റേറ്റ് CSF ഡ്രെയിനേജ്. ഹാർട്ട് ലെവലിന് മുകളിലായിട്ട് ഒരു 30 to 45 ഡിഗ്രിയാണ് സാധാരണ കൊടുക്കാറുള്ളത്. ഹെഡ് എലിവേറ്റ് ചെയ്തിരിക്കുന്നത് ടു ഫെസിലിറ്റേറ്റ് ഈസി CSF ഡ്രെയിനേജ് ആൻഡ് ടു റെഡ്യൂസ് ദ ഇൻട്രാക്രാനിയൽ പ്രഷർ. പ്രഷർ കുറയ്ക്കുക, ആ ഒരു കൂടുതൽ ആ ഒരു ബ്ലഡ് സപ്ലൈ ആ ഭാഗത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കുറവ് വരുത്താൻ വേണ്ടിയാണ് ആ ഒരു രീതിയിൽ പൊസിഷൻ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ നേഴ്സ് analyzes the laboratory values of a child with leukemia receiving chemotherapy. Platelet count is 9500 millimeter cube. Which intervention should the nurse include in the plan of care? Options: initiate bleeding precautions, monitor closely for signs of infection, monitor the temperature every 4 hours, ഇനിഷ്യേറ്റ് പ്രൊട്ടക്റ്റീവ് ഐസൊലേഷൻ പ്രിക്കോഷൻസ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലുക്കീമിയ ഉള്ള ഒരു കുട്ടിക്ക് കീമോതെറാപ്പിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 9500 മാത്രമേ ഉള്ളൂ. വിച്ച് ഇന്റർവെൻഷൻ, ഏത് ഇന്റർവെൻഷൻ ആണ് പെട്ടെന്ന് ചെയ്യേണ്ടത്? സോ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഇനിഷ്യേറ്റ് ബ്ലീഡിംഗ് പ്രിക്കോഷൻസ് ആണ്. ഈ ഒരു പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 50,000 താഴോട്ട് പോയാൽ തന്നെ ഈ ബ്ലീഡിംഗ് പ്രിക്കോഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ആ ഒരു സമയത്തിന് ശേഷം കുഞ്ഞിനെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യണം, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ സോഫ്റ്റ് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കണം. അതുപോലെ മോണയുടെ ഭാഗത്തൊക്കെ ടൈറ്റ് ആയിട്ട് ബ്രഷ് ചെയ്യരുതെന്ന് പറയും, കാരണം ബ്ലീഡിങ് ഉണ്ടാകാതിരിക്കാനാണ്. അതുപോലെ
എന്താ പറയുക, റെക്ടൽ കത്തീറ്റർ, റെക്ടൽ തെർമോമീറ്റർ ഉപയോഗിക്കരുത്. അതുപോലെ എനിമ സപ്പോസിറ്ററി തുടങ്ങിയ ഒന്നും ഉപയോഗിക്കരുത്. കാരണം അവിടെ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ലുക്കീമിയയുടെ കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. ലുക്കീമിയയെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഇപ്പൊ ഈ ലുക്കീമിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അബ്നോർമൽ പ്രോലിഫറേഷൻ ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ്, അബ്നോർമൽ പ്രോലിഫറേഷൻ ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ്, അല്ലെങ്കിൽ നമുക്ക് ഹെമറ്റോപോയറ്റിക് പ്രക്കോസർ സെൽസ് പ്രോലിഫറേഷൻ എന്ന് പറയാം. ഹെമറ്റോപോയറ്റിക് പ്രക്കോസർ സെൽ പ്രോലിഫറേഷൻ, അതായത് സ്റ്റെം സെൽസിലുള്ള അബ്നോർമൽ ല്യൂക്കോസൈറ്റ്സ്, അബ്നോർമൽ വൈറ്റ് ബ്ലഡ് സെൽസ്, അബ്നോർമൽ പ്രോലിഫറേഷൻ, അതായത് ആ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ അളവ്, ഇമ്മച്വർ വൈറ്റ് ബ്ലഡ് സെൽസ് നമ്മുടെ ബ്ലഡിലൂടെ വല്ലാണ്ട് പോകുന്നു. അതിനാണ് ശരിക്കും പറഞ്ഞാൽ ലുക്കീമിയ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റിയാക്റ്റീവ് പ്രോലിഫറേഷൻ നടക്കുന്നുണ്ട്, നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ റിയാക്റ്റീവ് പ്രോലിഫറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിന് ഒരു റിയാക്ഷൻ കൊണ്ട്, ഒരു പനി വന്നു, ഒരു ഇൻഫ്ലമേഷൻ വന്നു, ഒരു ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ ഒരു ട്രോമ, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്, അത് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഈ ഒരു പെരിഫറൽ ബ്ലഡ് സർക്കുലേഷനിൽ WBC കൂടുന്നതിനെയാണ് റിയാക്റ്റീവ് പ്രോലിഫറേഷൻ എന്ന് പറയുന്നത്. സാധാരണ ഇപ്പൊ നമുക്കൊരു പനി വന്നാൽ അത് വരാറുണ്ട്. നമ്മുടെ പെരിഫറൽ ബ്ലഡ് സർക്കുലേഷൻ നോക്കുകയാണെങ്കിൽ WBC കൗണ്ട് നോർമൽ 4000 to 11,000 മൈക്രോലിറ്റർ ആണ്. അപ്പൊ അതിലും കൂടാനുള്ള ചാൻസ് ഉണ്ട് ഏത് റിയാക്റ്റീവ് പ്രോലിഫറേഷൻ. പക്ഷെ നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ എന്ന് പറയുമ്പോൾ സംതിങ് റിലേറ്റഡ് ടു ഹെമറ്റോപോയറ്റിക് പ്രക്കുർസർ സെൽസ് അബ്നോർമൽ പ്രോലിഫറേഷൻ, ദാറ്റ് മീൻസ് ഇമ്മച്വർ വൈറ്റ് ബ്ലഡ് സെൽസ് ആ ഒരു നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ആയിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് വല്ലാണ്ട് വരുന്നു. അതുപോലെ നമ്മുടെ ലിംഫറ്റിക് സിസ്റ്റത്തിലേക്ക് കടന്നിട്ട് പ്രോബ്ലം ഉണ്ടാക്കുന്നു. അപ്പൊ ഇവിടെ ലുക്കീമിയയും ലിംഫോമയും ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ലുക്കീമിയയും ലിംഫോമയും ശരിക്കും പറഞ്ഞാല് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാലും ബട്ടറും പോലെയാണ്, മിൽക്കും ബട്ടറും പോലെയാണ്. അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ലുക്കീമിയ പാലാണെങ്കിൽ ലിംഫോമ ബട്ടർ ആണെന്നാണ് പറയുന്നത്. കാരണം ലുക്കീമിയ പാൽ എവിടെയെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പരന്നു പോകും, അവിടെ ആ ഭാഗം മുഴുവൻ പാലുണ്ടാവും. അതുപോലെയാണ് ഈ ബോൺമാരോയിൽ നിന്നുള്ള ഇമ്മച്വർ വൈറ്റ് ബ്ലഡ് സെൽസ്, ലുക്കീമിയയുടെ സെൽസുകൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിലേക്ക് കടന്നിട്ട് അത് നമ്മുടെ ശരീരം മുഴുവൻ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. പക്ഷെ ലിംഫോമ അങ്ങനെയല്ല. ലിംഫോമ ബട്ടർ എന്ന് പറഞ്ഞല്ലോ. ലിംഫോമ ഇവിടുന്ന് അബ്നോർമൽ ബ്ലഡ് സെൽസ് നേരെ പോയിട്ട് നമ്മുടെ GI ട്രാക്റ്റിലോ അല്ലെങ്കിൽ സ്പ്ലീനിലോ ലിവറിലോ ആ ഭാഗത്ത് പോയിട്ട് അവിടെ ഒരു ലിംഫോമ ആയിട്ട്, ഒരു ഗ്ലാൻഡ് ആയിട്ട് ഒരു തടിപ്പ് വല്ലാണ്ട് വരുന്നു. അങ്ങനെ മാത്രമേ ലിംഫോമ വരുന്നുള്ളൂ. അതായത് ലിംഫോമ എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയയിൽ പോയിട്ട് അവിടെ ഈ ഒരു ഇമ്മച്വർ വൈറ്റ് ബ്ലഡ് സെൽസ്, ക്യാൻസർ സെൽസ് ഭയങ്കര കൂട്ടുകാരാന്ന് പറയാം. അപ്പൊ അവര് ഇവിടെ നിന്ന് വിട്ടിട്ട് നമ്മുടെ ആ ഒരു ബോൺമാരോയിൽ നിന്ന് വിട്ടിട്ട് വേറെ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്പ്ലീന്, ലിവർ, ഇവൻ ബ്രെയിനിലോ പോയിട്ട് ലിംഫോമ അവിടെ ഒന്നിച്ചു കൂടി ഒരു ബട്ടർ പോലെ അവിടെ കൂടിച്ചേരുന്നത്, അതാണ് ലിംഫോമ. അത് പെട്ടെന്ന് മനസ്സിലാകാനാണ് ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞത്. നമുക്ക് ഇതിന്റെ ടൈപ്സ് നോക്കാം. ടൈപ്സ് എന്ന് പറയുമ്പോൾ അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയ, അതല്ലെങ്കിൽ അക്യൂട്ട് ലിംഫോയിഡ് ലുക്കീമിയ എന്ന് പറയാറുണ്ട്. ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ അല്ലെങ്കിൽ ക്രോണിക് ലിംഫോയിഡ് ലുക്കീമിയ എന്ന് പറയാറുണ്ട്. അക്യൂട്ട് മൈലോജനസ് ലുക്കീമിയ, ക്രോണിക് മൈലോജനസ് ലുക്കീമിയ, അങ്ങനെ 4 തരത്തിലാണ് ഉള്ളത്. ഇവിടെ അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയ സാധാരണ കുട്ടികളിൽ കാണുന്ന 15 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ മോസ്റ്റ് കോമൺ ലുക്കീമിയ ഇൻ ചിൽഡ്രൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒന്നും സംശയിക്കേണ്ട, അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയാണ്. 77% കുട്ടികളിൽ ഉണ്ടാകുന്നതാണ് അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയ. അത് ലിംഫോബ്ലാസ്റ്റ് സെൽസ് ഇമ്മച്ചുർ ആകുന്നതാണ്. ലിംഫോബ്ലാസ്റ്റ് സെല്ലുകൾ ഇമ്മച്ചുർ ആകുന്നതാണ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് സാധാരണ ഉണ്ടാകുന്നത്. ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ എന്താണ്? ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ ഓവർ പ്രൊഡക്ഷൻ ഓഫ് ലിംഫോസൈറ്റ്സ്. അത് സാധാരണ കാണുന്നത് 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ സാധാരണ കാണുന്നത് 50 വയസ്സിന് മുകളിലുള്ളതാണ്. കുട്ടികളിൽ സാധാരണ കാണാറില്ലാത്തൊരു ലിംഫോമയാണ് ക്രോണിക് ലിംഫോസൈറ്റിക്. ഇനി അക്യൂട്ട് മൈലോജിനസ് ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? AML എന്ന് പറയും. അതായത് ഓവർ പ്രൊഡക്ഷൻ ഓഫ് മൈലോബ്ലാസ്റ്റ്. സാധാരണ കുട്ടികളിലും അഡൽസിലും കാണാറുണ്ട്. 15 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള ആളുകളിലാണ് അക്യൂട്ട് മൈലോജനസ് ലുക്കീമിയ കാണുന്നത്, 15 തൊട്ട് 39 വരെ. ഇനി ക്രോണിക് മൈലോജനസ് ലുക്കീമിയ ആണെങ്കിലോ, അതായത് 40 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ കാണുന്നതാണ് ക്രോണിക് മൈലോജനസ് ലുക്കീമിയ. അതായത് ഗ്രാനുലോസൈറ്റ്സിനെയാണ് ബാധിക്കുന്നത്. ബാസോഫിൽസ്, ഈസോഫിൽസ്, ന്യൂട്രോഫിൽസിനെയൊക്കെയാണ് ബാധിക്കുന്നത് ക്രോണിക് മൈലോജനസ് ലുക്കീമിയ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലുക്കീമിയെ പറ്റി നമ്മൾ ഒന്ന് പറഞ്ഞു പോയത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ
ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ്. അതുപോലെ കീമോതെറാപ്പി ചെയ്യാറുണ്ട്. കീമോതെറാപ്പി ചെയ്യാം, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം. ഇത് രണ്ടുമാണ് സാധാരണ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് പറയാറുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ക്ലാസിക്കൽ സൈൻ ഓഫ് ഫിയോക്രോമോസൈറ്റോമ? ഓപ്ഷൻസ്: മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ, മാലിഗ്നന്റ് ഹൈപ്പർടെൻഷൻ, ഹൈപ്പോടെൻഷൻ, ഹൈപ്പർകലീമിയ. ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയുമ്പോൾ ഒരു നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമർ ആണ്. കുട്ടികളിലും കാണും, കൂടുതലും അഡൽട്സിലാണ് കാണാറുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ മാലിഗ്നന്റ് ഹൈപ്പർടെൻഷൻ ആണ്. മാലിഗ്നന്റ് ഹൈപ്പർടെൻഷൻ ആണ് കറക്റ്റ് ആൻസർ. ക്ലാസിക്കൽ സൈൻ ഓഫ് ഫിയോക്രോമോസൈറ്റോമ എന്നുള്ളത് മാലിഗ്നന്റ് ഹൈപ്പർടെൻഷൻ ആണ്. ഇവിടെ ഫിയോക്രോമോസൈറ്റോമ ഇസ് എ റയർ ട്യൂമർ ദാറ്റ് യൂഷ്വലി സ്റ്റാർട്ട്സ് ഇൻ ദ സെൽസ് ഓഫ് വൺ ഓഫ് യുവർ അഡ്രിനൽ ഗ്ലാൻഡ്സ്. അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കിഡ്നിയുടെ മുകളിലുള്ള ഗ്ലാൻഡ്സ് ആണ്. ആ ഒരു ഗ്ലാൻഡിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഒരു ട്യൂമറാണ് ഫിയോക്രോമോസൈറ്റോമ. About 10% of cases are in children ages 6 to 14. 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ്. കൂടുതലും അഡൽസിലാണ്. 20 തൊട്ട് 50 വയസ്സ് വരെയുള്ള അഡൽസിലാണ്. ഹൈ ബ്ലഡ് പ്രഷർ കാണാം, സിവിയർ ഹെഡ് ഏക്ക് ഉണ്ടാകാം, എക്സസീവ് സ്വെറ്റിംഗ് ഉണ്ടാകും, ഡയഫോറസിസ്, നൈറ്റ് സ്വെറ്റിംഗ്, വാംത്, ഫ്ലഷിംഗ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാനുള്ള കാരണം ഈ ഫിയോക്രോമോസൈറ്റോമ ഉണ്ടാകുന്നവർക്ക് കൂടുതൽ എപ്പിനെഫ്രിൻ, അതായത് അഡ്രിനാലിനും നോറഡ്രിനാലിനും കൂടുതൽ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഹാർട്ട് റേറ്റ് വല്ലാണ്ട് കൂടിയിരിക്കും. ഫിയോക്രോമോസൈറ്റോമ ഉള്ളവരിൽ ഹാർട്ട് റേറ്റ് വല്ലാണ്ട് കൂടിയിരിക്കും. അത് കുറയ്ക്കാൻ വേണ്ടി പ്രൊപ്രനോൾ പോലെയുള്ള ബീറ്റാ ബ്ലോക്കേഴ്സ് കൊടുക്കാറുണ്ട്. അതുപോലെ സൈൻസ് ആൻഡ് സിംറ്റംസ് അനുസരിച്ചുള്ള ഡ്രഗ്സ് കൊടുക്കും. പിന്നെ കംപ്ലീറ്റ് ക്യൂർ പോസിബിൾ ആണ്. അതിന് നമുക്ക് സർജറി ചെയ്യാം. സർജറി ചെയ്തിട്ട് ഒരു പരിധി വരെ കുറെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാം. മാലിഗ്നന്റ് ഫിയോക്രോമോസൈറ്റോമ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ചികിത്സിച്ച് മാറ്റാൻ. റേഡിയേഷൻ തെറാപ്പി ഒക്കെ വേണ്ടി വരും. റേഡിയേഷൻ തെറാപ്പി വേണം. കീമോതെറാപ്പി റേഡിയേഷൻ തെറാപ്പി, സർജറിയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മോസ്റ്റ് കോമൺ ബോൺ ക്യാൻസർ ഇൻ ചിൽഡ്രൻ ഈസ് ഓപ്ഷൻസ്: ഓസ്റ്റിയോജെനിക് സാർക്കോമ, നെഫ്രോബ്ലാസ്റ്റോമ, ന്യൂറോബ്ലാസ്റ്റോമ, റെറ്റിനോബ്ലാസ്റ്റോമ. സോ ഇവിടെ മോസ്റ്റ് കോമൺ ബോൺ ക്യാൻസർ ഇൻ ചിൽഡ്രൻ ദാറ്റ് ഈസ് ഓസ്റ്റിയോജെനിക് സാർക്കോമയാണ്. ഓസ്റ്റിയോസാർക്കോമ എന്നും പറയാറുണ്ട്. ഓസ്റ്റിയോജെനിക് സാർക്കോമയെ ഓസ്റ്റിയോസാർക്കോമ എന്നും പറയാറുണ്ട്. അതാണ് മോസ്റ്റ് കോമൺ ബോൺ ക്യാൻസർ ഇൻ ചിൽഡ്രൻ. നെഫ്രോബ്ലാസ്റ്റോമയെ വിംസ് ട്യൂമർ എന്ന് പറയുന്നുണ്ട്. വിംസ് ട്യൂമർ, WILMS, വിംസ് ട്യൂമർ. കിഡ്നിയിൽ ഉണ്ടാകുന്ന ട്യൂമറാണ്, കുട്ടികളിൽ ഉണ്ടാകുന്നതാണ് നെഫ്രോബ്ലാസ്റ്റോമ. നെഫ്രോബ്ലാസ്റ്റോമ ഉള്ള സമയത്ത് അബ്ഡോമന്റെ ആ ഭാഗത്ത് കൂടുതൽ കുളിപ്പിക്കുന്ന സമയത്തൊന്നും വല്ലാണ്ട് തടവരുതെന്ന് പറയാറുണ്ട്. അത് ആ ഒരു ട്യൂമർ റപ്ചർ ആയിട്ട് അവിടെ അബ്ഡോമനിലേക്കൊക്കെ പകരാനുള്ള, സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ന്യൂറോബ്ലാസ്റ്റോമ എന്ന് പറയുമ്പോൾ ട്യൂമർ ഓഫ് ദ അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. ട്യൂമർ ഓഫ് ദ അഡ്രിനൽ ഗ്ലാൻഡ് ദാറ്റ് ഈസ് ന്യൂറോബ്ലാസ്റ്റോമ. റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറയുമ്പോൾ ട്യൂമർ ഓഫ് ദ റെറ്റിന ഓഫ് ദ ഐ ദാറ്റ് ഈസ് റെറ്റിനോബ്ലാസ്റ്റോമ. അപ്പൊ നമുക്കിവിടെ ഓസ്റ്റിയോസാർക്കോമ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഇതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. സാധാരണ മെറ്റാഫൈസിസ് ഓഫ് ലോങ് ബോൺസ്, മെറ്റാഫൈസിസ് ഓഫ് ദ ലോങ് ബോൺസിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു. ഇവിടെ എന്താ പറയാ, നടുക്കായിട്ട് മെറ്റാഫൈസിസ് ഉണ്ട്. എപ്പിഫൈസിന്റെയും ഡയഫൈസിന്റെയും സെൻട്രൽ ആയിട്ടാണ് മെറ്റാഫൈസിസിലുള്ളത്. മെറ്റാഫൈസിസ് ഓഫ് ദ ലോങ് ബോൺസിലാണ്, ഈ ഒരു കൊമ്പ് പോലുള്ള ഈ ഭാഗത്താണ് കൂടുതലായിട്ടും ഈ ഒരു ഓസ്റ്റിയോസാർക്കോമ ഉണ്ടാകാറുള്ളത്. സാധാരണയായിട്ട് ലോവർ ലിംബില് ഫീമറിന്റെ ഭാഗത്താണ്, ഫീമറിലാണ് കൂടുതലായിട്ടും ഓസ്റ്റിയോസാർക്കോമ ഉണ്ടാകുന്നത്. ലോവർ ലിംബിലാണ്. ഏജ് സാധാരണ 10 തൊട്ട് 25 വയസ്സിനിടയിലാണ് ഉണ്ടാകുന്നത്. നല്ല സിവിയർ പെയിൻ ഉണ്ടാകും. റിലീവ്ഡ് ബൈ ഫ്ലെക്സ്ഡ് പൊസിഷൻ. ഫ്ലെക്സ്ഡ് പൊസിഷനിൽ കാല് വെക്കുകയാണെങ്കിൽ, കാലൊന്ന് മടക്കി വെക്കുകയാണെങ്കിൽ, ആ പൊസിഷനിൽ വെക്കുകയാണെങ്കിൽ കാലിന്റെ വേദന കുറയുന്നുണ്ട്. സാർക്കോമയുടെ ഒരു പ്രത്യേകതയാണ്, അത് നോട്ട് ചെയ്തേക്കുക. അതുപോലെ പാൽപ്പബിൾ മാസ് നമുക്ക് അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഒരു മാസ് അവിടെ തോന്നും. സാധാരണ ഉണ്ടാകുന്ന മെറ്റാഫൈസിസ് ഓഫ് ദ ലോങ് ബോൺസിലാണ്, ഫീമറിലാണ് മോസ്റ്റ് കോമൺ ബോൺ ക്യാൻസർ. പെയിൻ ഉണ്ടാകുന്നത്, പെയിൻ ഉണ്ട്, അതുപോലെ പാൽപ്പബിൾ മാസ് ഉണ്ട്. റിലീവ്ഡ് ബൈ ഫ്ലെക്സ്ഡ് പൊസിഷൻ. അപ്പൊ ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് സർജറിയാണ്, സർജിക്കൽ റിസെക്ഷൻ ആണ്, ആംബ്യൂട്ടേഷൻ ചെയ്യാറുണ്ട്. ആ ഒരു ലിംബിനെ സേവ് ചെയ്യാൻ വേണ്ടി ആംബ്യൂട്ടേഷൻ ചെയ്യാറുണ്ട്. ആംബ്യൂട്ടേഷൻ ചെയ്തതിനു ശേഷം കീമോതെറാപ്പി വേണ്ടി വരും. അതുപോലെ പ്രോസ്തെറ്റിക് ഫിറ്റിംഗ്സ്, വെപ്പുകാലൊക്കെ വെക്കാം. അതുപോലെ ഫാൻറ്റം ലിംബ് പെയിനെ കുറിച്ചുള്ള ഒരു ധാരണ ആ പാരന്റ്സിനോട് നിങ്ങൾ പാരന്റ്സിനോടും കുട്ടിയോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് ഫാൻറ്റം ലിംബ് പെയിൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രിമിറ്റി റിമൂവ് ആയി കഴിഞ്ഞാൽ, ആംബ്യൂട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്ട്രിമിറ്റി സ്റ്റിൽ അവിടെ ഉണ്ടെന്നാണ് ആ ഒരു പേഷ്യന്റിന്, ആ ഒരു മനുഷ്യന് അങ്ങനെയാണ് തോന്നുന്നത്.
കാരണം നമ്മൾ കുറെ കാലമായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു സാധനം അവിടെ ഇല്ലാന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അവിടെ ടിംഗ്ലിങ്, ഇച്ചിങ്, പെയിന് ഒക്കെ ഉണ്ടാകാം ആ ഒരു ഭാഗത്ത്. ഇപ്പൊ കാലിന്റെ മുട്ടിന് താഴേക്കാണ് മുറിച്ചു മാറ്റിയതെങ്കിൽ കാലിന്റെ വിരലുകളിൽ ഇച്ചിങ്ങോ ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഫാൻറ്റം ലിംബ് പെയിന്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ പേഷ്യൻസിന് ഉണ്ടാകാം എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ സ്പെഷ്യൽ വീഡിയോസിൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാൻ കഴിയാത്തവർ എനിക്കൊരു വാട്സപ്പ് ചെയ്യാൻ, ഞാനത് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു തരാം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാമിനേഷൻ.